ഹലോ എവരി വൺ. ഇന്ന് ജ്യോതിർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഗെറ്റ് ടുഗദറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമപ്പറമ്പിലുള്ള ഗവൺമെന്റ് LP സ്കൂളിലാണ് ജ്യോതിർ നഗർ അസോസിയേഷൻ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാവരും 6 മണിയായപ്പോഴത്തേക്കും എത്തി തുടങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല അന്തരീക്ഷമായിരുന്നു. പിള്ളേരെല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മസ്കറ്റിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ഗെറ്റ് ടുഗദർ ആണ് ഞങ്ങൾക്കിത്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരുടെയും പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം മോളും ഞാനും അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ പരിപാടി തുടങ്ങാറായി. ഏതൊരു നല്ല പ്രവൃത്തിയും ആരംഭിക്കുന്നത് നല്ലൊരു പ്രയർ സോങ്ങോട് കൂടിയാണ്. അപ്പോൾ ദിയ എൽദോയുടെ പ്രയർ സോങ്ങോടുകൂടി നമുക്ക് പരിപാടി ആരംഭിക്കാം. തുറക്കൂ കഥന നിവാരണ കനിവെന്നുറവി കാറ്റിൻ നടുവിൽ വഴിതെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാണ് സ്നേഹദീപമേ മിഴി തുറക്കൂ. അടുത്തതായി ഒരു അനുസ്മരണ സ്കൂളിലെ റിട്ടയർഡ് സ്റ്റാഫായിരുന്നു. 16/1/2023 നമ്മെ വിട്ടുപിരിഞ്ഞു. മിസ്റ്റർ KM ജോണി ഫെഡറൽ ബാങ്ക് ചീഫ് മാനേജറായി റിട്ടയർ ചെയ്തു. 13/2/2023 നമ്മെ വിട്ടുപിരിഞ്ഞു. മിസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് കോശി, സൺ ഓഫ് മിസ്റ്റർ ജേക്കബ് കോശി ആൻഡ് ഗ്രാൻഡ് സൺ ഓഫ് പ്രൊഫസർ PC കോശി, SH കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. നാഷണൽ ജൂനിയർ ബാസ്കറ്റ്ബോൾ പ്ലെയറുമായിരുന്നു. വളരെ ആകസ്മികമായി 22/5/2023 നമ്മെ വിട്ടുപിരിഞ്ഞു. പ്രൊഫസർ PC കോശി UC കോളേജ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിരുന്നു. 26/5/2024 നമ്മെ വിട്ടുപിരിഞ്ഞു. മിസ്റ്റർ തോമസ് എബ്രഹാം മണ്ടിൽ ഹൗസ് നമ്പർ 41 ആയിരുന്നു. അദ്ദേഹം UAE റിട്ടയർഡ് ബാങ്ക് മാനേജർ ആയിരുന്നു. 26/12/2024 നമ്മെ വിട്ടുപിരിഞ്ഞു. മിസ്റ്റർ ജോസ് NC അമിറ്റി വില്ല നമ്പർ 10 താമസക്കാരനായിരുന്നു. മധുര ഓയിൽ റിഫൈനറി റിട്ടയർഡ് സ്റ്റാഫായിരുന്നു. 19/11/2024 നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ വ്യക്തികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി അല്പനേരം നമുക്ക് എഴുന്നേറ്റ് മൗനം ആചരിക്കും. അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ടോക്ക് കേട്ടിട്ട് വരാം. ഇപ്പോഴത്തെ ലൈഫിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ്. നല്ലൊരു മോട്ടിവേഷൻ ടോക്ക് ആയിരുന്നു ഇത്. എല്ലാവരും കേട്ടിട്ട് വരാം. സൂക്ഷ്മതയാർന്ന കൃത്യതയുള്ള കാര്യക്ഷമമായ നേതൃപാഠങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇപ്പോഴെങ്കിലും സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. കാരണം ഏതാനും ദിവസങ്ങളായി ഇതിനു വേണ്ടിയുള്ള അധ്വാനത്തിലാണ്. ഓരോ അംഗത്തെയും വ്യക്തിപരമായി കണ്ട് അവരെ ഇതിലേക്ക് ക്ഷണിച്ച് ഈ കൂട്ടായ്മ സഫലമാക്കാൻ അദ്ദേഹം വ്യക്തിപരമായി ഒട്ടേറെ പ്രവേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം. നിശ്ചയമായും അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രഷററായിരിക്കുന്ന മാത്യു സാർ, രണ്ടാളും കൂടിയാണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചതും ഇത്രയും ആളുകളെ ഇവിടെ എത്തിക്കാൻ പ്രയത്നിച്ചതും. ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് നിലയിൽ ഈ രണ്ടാളുകളെയും ഞാൻ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു, ഒപ്പം നന്ദി അറിയിക്കുകയും ചെയ്യും. പിന്നെ ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ല, സാഹചര്യങ്ങൾ മാത്രം ആവശ്യമല്ല. ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കും. നാം ഇപ്പോൾ ജീവിക്കുന്നത് വളരെ ആസുരമായ ഒരു കാലഘട്ടത്തിലാണ്. ആസുരം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് മനുഷ്യന് മാനുഷികമായതെല്ലാം നഷ്ടപ്പെടുകയും അവരൊക്കെ അസുരന്മാരായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി വേർതിരിക്കാവുന്ന 3 കൂട്ടരാണുള്ളത്. ഒന്ന്, ഞങ്ങളെ പോലെയുള്ള ന്യൂജന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിന് ഭാരമായി തീർന്നിട്ടുള്ള എഴുതി തള്ളാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു വിഭാഗം.
അവരെ കുറിച്ച് ഞാൻ ആദ്യം ദീർഘമായി പറയേണ്ട. ഓരോരുത്തരും കൂടെ ഇരിക്കുന്ന അധികം ആളുകളും 70കളൊക്കെ കഴിഞ്ഞവരാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ശാരീരിക ക്ലേശങ്ങൾ മാത്രമല്ല അങ്ങനെയുള്ളവരെ അലട്ടുന്നത്, ഒപ്പം അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ഏകാന്തത കൂടിയാണ്. 1-2 കുട്ടികളുണ്ടാവും. അവരൊക്കെ അവരുടെ ജീവിതമാർഗങ്ങൾ തേടി സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കളുടെ കർത്തവ്യം നിർവഹിക്കണമെന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കഴിയാത്ത വിധത്തിൽ ജീവിത സാഹചര്യങ്ങൾ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ, ഓൾഡ് ഏജ് എന്ന് പറയാവുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറ. പിന്നെ അടുത്ത കൃത്യമായി നമുക്ക് വേർതിരിക്കുന്ന ഒരു തലമുറ യങ് ജനറേഷനാണ്, യുവത്വം എന്ന് പറയുന്നത് ആളുകൾ. ആ ഒരു വിഭാഗം നമുക്കറിയാം. നമ്മുടെ ഈ അസോസിയേഷനിൽ ഏകദേശം 70ഓളം അംഗങ്ങളുള്ളതിൽ എത്ര കുടുംബങ്ങളിൽ യുവാക്കളുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് എന്ന് വെറുതെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. നമുക്ക് ഈ സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാകും. അങ്ങനെയുള്ള ആരും തന്നെയല്ല. ഇപ്പൊ നമുക്ക് ഈ കൂട്ടായ്മയിൽ തന്നെ എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു ജനറേഷനെ നയിക്കാൻ, അവർക്ക് നേതൃത്വം നൽകാൻ, അവർക്ക് ആവശ്യമായ മാർഗദർശനം നൽകാൻ, അവരെ കൊണ്ടു നടത്താൻ ഒക്കെയുള്ള പ്രാപ്തിയും ശേഷിയും ഒക്കെയുള്ള ഒരു തലമുറ ഈ നാട്ടിൽ നിന്നേ ഒരുപക്ഷെ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം ഉപജീവനമാർഗം തേടി പോയിരിക്കുന്നു. അങ്ങനെയുള്ളവരിൽ നിന്ന് ഇനിയിപ്പോൾ ഈ സമൂഹത്തിന് വലുതായിട്ടൊന്നും, ഇവിടെ ശേഷിക്കുന്ന സമൂഹത്തിന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് നിരീക്ഷിക്കാം. മൂന്നാമത്തെ വിഭാഗം ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, വേണമെങ്കിൽ നമ്മുടെ ടീനേജ് എന്നോ അതിന് താഴെയുമുള്ള കൗമാരപ്രായക്കാരുമായിട്ടുള്ള ഒരു തലമുറയാണ്. വളരെ ആശങ്കയോടുകൂടി മാത്രമേ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ വരെ നിലനിന്നിരുന്ന സാഹചര്യങ്ങളല്ല ഇന്നുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുതിർന്നവരും അമ്മാവന്മാര്, അപ്പച്ചന്മാര്, മാതാപിതാക്കള്, അവരുടെ സഹോദരങ്ങള് ഒക്കെ അടങ്ങിയ ഒരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ആവശ്യമായ തിരുത്തലുകൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾക്കും അവരെ ആശ്രയിക്കാമായിരുന്നു. ഇന്ന അവസ്ഥ അതല്ല. എല്ലാം നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്ന പോലെ അണുകുടുംബങ്ങളായി മാറുകയും അവിടെ 1-2 അംഗങ്ങൾ മാത്രമായി, അല്ലെങ്കിൽ 1-2 കുട്ടികളും അവരുടെ മാതാപിതാക്കൾ, അവർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 പേർക്കും ജോലി ചെയ്താലേ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ 2 ആളും ജോലിക്ക് പോകുന്നു, കുട്ടികളെ സ്കൂളിലാക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കാരുടെ സഹായം. നശിച്ചു പോയവരെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു certain extent ഈ ചൂരൽ തിരിച്ചു നൽകേണ്ട സന്ദർഭം ആയിരിക്കുന്നു. വാത്സല്യം മാത്രം പോരാ, ഒപ്പം ശിക്ഷണവും കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഗ്രാൻഡ് പേരൻസ് എന്ന നിലയിൽ, പിതാവിൻ്റെയോ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഒക്കെ ഈ പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഇപ്പോൾ നമ്മളെ വല്ലാതെ അലട്ടുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എങ്കിലും നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ അസോസിയേഷൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനിലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഈ വഴികാണ്. ഈ വളർന്നു വരുന്ന തലമുറയെ നേരായ മാർഗത്തിലേക്ക് ദിശാബോധത്തോടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് അവരെ ഈ രാജ്യത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന പൗരന്മാരായി വാർത്തെടുക്കുവാനുള്ള കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇതുപോലെയുള്ള അസോസിയേഷനുകൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അത്തരം അസോസിയേഷനുകൾക്ക് പ്രസക്തിയുള്ളൂ, അപ്പോഴേ അത് നിലനിൽപ്പുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു വ്യക്തിത്വം അതിഥിയായി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ചാർട്ടേഡ് എഞ്ചിനീയറാണ്, മോട്ടിവേറ്റഡ് സ്പീക്കറാണ്. ഒട്ടനവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ ഉയർന്ന സ്ഥാനം വഹിച്ച് സ്തുത്യർഹമായ സേവനം നിർവഹിച്ച വ്യക്തിയാണ്. ആലുവയിലെ താമസക്കാരനാണ്. നമുക്ക് ഇന്ന് ഒരു അവയർനെസ്, ഹെൽത്ത് അവയർനെസ്, അതേക്കുറിച്ച് സംസാരിക്കുന്നതിനും
നമ്മളോട് കുറച്ച് നേരം ഇടപെടുന്നതിനുമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുണ്ട്. നാരായണൻ പൊറ്റി, അദ്ദേഹത്തെ ഞാൻ ആദരവോടും സ്നേഹത്തോടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സലാമാണ്. സലാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്. കാരണം അദ്ദേഹം ഒന്നാമങ്ങാസ് നമ്മളിൽ ഒരാളാണ്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ആർക്കും എവിടെയും പിടിച്ചു നിർത്തി സലാം ഇങ്ങനൊരു വിഷയമുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യണമല്ലോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു വന്നിരിക്കുന്ന നമ്മളിൽ ഒരുവനായിട്ട് പ്രവർത്തിക്കുന്ന സലാമാണ്. സലാം ഞങ്ങളോട് ഇതുവരെ കാട്ടിയ എല്ലാ സൗഹാർദ്ദത്തിനും സഹകരണത്തിനും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ സത്പ്രവൃത്തികൾക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു മോട്ടിവേഷൻ ടോക്ക് എല്ലാവർക്കും നൽകിയതിന് സാറിനോട് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി റിപ്പോർട്ട് പ്രസന്റേഷൻ വേണ്ടി ജ്യോതിർ നഗർ അസോസിയേഷന്റെ സെക്രട്ടറിയെ വിളിച്ചുകൊള്ളും. Report of Jyotir Nagar Residents Association from 30/4/2022. 2022 ഏപ്രിൽ 30 ചാവപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് റവറൻ ജേക്കബ് തോമസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പുതിയ ചുമതലക്കാരായി താഴെ പറയുന്ന വ്യക്തികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് പ്രൊഫസർ റോയ് എബ്രഹാം, വൈസ് പ്രസിഡന്റ് മിസിസ് ലില്ലി മാത്യു, സെക്രട്ടറി തോമസ് ജോർജ്, ട്രഷറർ വർഗീസ് മാത്യു. അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, ജോ തോമസ് ജോർജ്, NC ജോസ് ആൻഡ് PM ജോയ്. അന്നേ ദിവസം അസോസിയേഷനിലെ 80 വയസ്സ് തികഞ്ഞ റവറൻ ജേക്കബ് തോമസ്, മിസ്റ്റർ ശീലാമ മാത്യു, മിസ്റ്റർ MO പൗലോസ്, മിസ്റ്റർ ഫിലിപ്പ് മാത്യു, മിസ്റ്റർ ലില്ലി മാത്യു, മിസ്സിസ് അച്ചാമ ബേബി, മിസ്റ്റർ TK കരുണാകരൻ, മിസ്റ്റർ ജോർജ് ചെറിയാൻ, മിസ്സിസ് ശോശാമ ജോർജ്, മിസ്സിസ് LC മുണ്ടിക്കുഞ്ഞ്, മിസ്സിസ് സാറാമ ജോർജ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മിസ്റ്റർ ബേബി ജോൺ സർ, PC വർക്കി സർ, പ്രൊഫസർ സിനി റേച്ചൽ മാത്യു എന്നിവരുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. 29/5/22 നടന്ന കമ്മിറ്റി മീറ്റിംഗിൽ വാർഷിക പരിസംഖ്യ 1000 രൂപ വീതം എല്ലാ ഭവനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. എല്ലാ അംഗങ്ങളും സബ്സ്ക്രിപ്ഷൻ നൽകി സഹകരിച്ചു. 26/3/23 നടന്ന കമ്മിറ്റിയിൽ ഹൗസ് നമ്പർ ഫലകം പതിപ്പിക്കാത്ത ഭവനങ്ങളിൽ നമ്പർ പ്ലേറ്റ് നൽകുമെന്ന് തീരുമാനിച്ചു. 8/12/24 നടന്ന കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി തോമസ് ജോർജിന്റെ അന്നേ ദിവസം പുതിയ ഭാരവാഹികളെ ഇലക്ട് ചെയ്യുന്നതിന് തീരുമാനിച്ചു. ഈ അധ്യയന വർഷം സ്കൂളിൽ വെച്ച് നടന്ന NSS ക്യാമ്പിലേക്ക് വലിയ സംഭാവനകൾ നൽകിയും സ്കൂളിന്റെ സെറ്റ് ചെയ്തതായ മിനി ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ നൽകി സഹകരിച്ച എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തിനും പ്രോത്സാഹനത്തിനുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുയോഗ മുന്നാകെ സമർപ്പിക്കുന്നു. താങ്ക് യു സാർ ഫോർ ദ റിപ്പോർട്ട് പ്രസന്റേഷൻ. അടുത്തതായി 80 വയസ്സിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൻസിനെയും ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി പഞ്ചായത്ത് മെമ്പറായ അബ്ദുൾ സലാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗം അംഗീകരിക്കാം, അതിനുശേഷമാണ് അടുത്ത പ്രോഗ്രാമിൽ വിളിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോട് പറയാം. അംഗീകരിക്കുന്നുവെങ്കിൽ കൈവച്ച് അംഗീകരിക്കാം. താങ്ക് യു. കേണൽ AKC തോമസ് ഇന്ത്യൻ ആർമിയിൽ ഫുൾ കേണൽ പദവിയിൽ നിന്നും 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു. അതിനുശേഷം മിനിസ്ട്രി ഓഫ് പെട്രോളിയത്തിന്റെ കീഴിൽ ഡയറക്ടർ ഓഫ് പെട്രോളിയം ആയി സേവനമനുഷ്ഠിച്ചു. മികച്ച ഒരു ഫോഴ്സ് റൈഡർ കൂടിയായ അദ്ദേഹം 1982 ഏഷ്യൻ ഗെയിംസിൽ ഫോഴ്സ് റൈഡിംഗ് ഇവന്റിൽ ജഡ്ജായും പ്രവർത്തിച്ചിട്ടുണ്ട്. മിസ്റ്റർ ജോൺ ജോസഫ് ഇന്ത്യൻ ആർമി കോസോ സിഗ്നൽസിൽ നോൺ കമ്മീഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം റിട്ടയർ ചെയ്തു. അടുത്തത് മിസ്റ്റർ KT ജോസഫ്. അദ്ദേഹം ഒരു റിട്ടയർഡ് ടീച്ചറാണ്. കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിയാണ്. വയനാട് ജില്ലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. മിസസ് ഷേർലി T ജോൺ, ആലുവ സെന്റ് ജോൺസ് സ്കൂൾ റിട്ടയർഡ് ടീച്ചറാണ്. ഈ 5 പേരെയാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രൊഫസർ AP മാത്യു, കേണൽ AKC തോമസ്,
Mr. John Joseph. നല്ലൊരു കയ്യടി കൊടുക്കാം. Mr. K.T. Joseph. ശരി, ടീച്ചർ എത്തിച്ചേർന്നിട്ടില്ല. താങ്ക് യു. അടുത്തതായി റെസിഡൻസ് പ്രോഗ്രാമിന്റെ മെയിൻ അട്രാക്ഷനായ ഹെൽത്ത് അവയർനെസ് ക്ലാസ് ആയിരുന്നു. ഇത് അവതരിപ്പിച്ചത് എ നാരായണൻ പോറ്റി സാറാണ്. അവിടെ ഇരുന്ന 18 വയസ്സും 81 വയസ്സും 15 വയസ്സും എല്ലാം ഒരേ പ്രായക്കാരായി ഈ എക്സസൈസ് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അപ്പം നമുക്ക് സാറിൻ്റെ കുറച്ച് വാക്കുകളിലേക്ക് പോയാലോ? എന്താ കുട്ടിയുടെ പേര്? ജയക്ക് നല്ലത് കൈ കൊടുത്തേ. ഇങ്ങനെയല്ല അടിക്കണ്ടേ. നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ കുറച്ച് മാറി ചിന്തിക്കാം. കൈ ഞാൻ പറഞ്ഞാൽ അടിക്കണം. ഇങ്ങനെ അടിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. കേൾക്കണില്ല. അസോസിയേഷനിലെ എല്ലാവരും എത്ര വയസ്സാരെന്നാ? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എത്ര വയസ്സായിരിക്കും? 18 വയസ്സായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി നമ്മുടെ ഏജിനെ കുറിച്ചല്ല, മെന്റൽ ഏജിനെ കുറിച്ചാണ്. എന്താണ് കാര്യം? ഞാൻ ഈ കോളേജുകളിൽ ഇഷ്ടംമാതിരി ക്ലാസ് എടുത്തിട്ടുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ SMS കോളേജിലൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അത്ഭുതം തോന്നി. BCom-നും BA ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു കാര്യമില്ലാതെ, അതായത് ഒരു വികാരമില്ലായിരിക്കുന്നതാണ്. അതേസമയം കൽക്കട്ട പോയിട്ട് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആശ്രമത്തിൽ പോയി. അപ്പോൾ എന്നോട് ഇവിടെ കാലടി കോളേജിൽ റിട്ടയർ ചെയ്തൊരു പ്രൊഫസറുണ്ട്, അങ്ങനെ പോയി കണ്ടാൽ മതി, എന്ത് കാര്യം ഇവിടെ നടക്കുന്നു പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ ചെന്നിരിക്കുക. ഓരോ സ്വാമിമാർ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇദ്ദേഹമായിരിക്കും, മലയാളി കട്ടുണ്ടാവില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഒരു പ്രായ ആൾ അങ്ങനെ 1 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യിച്ചു. കണ്ടു, പരിചയപ്പെട്ടു, വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ഞാൻ കുട്ടികളുടെ കൂടെ, പുള്ളിക്ക് 80 വയസ്സുണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കുകയായിരുന്നു. അപ്പോൾ 18 വയസ്സെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ മെൻ്റൽ ഏജാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ, ഒന്നിന് 18 വയസ്സുകാരായിരിക്കും, ഇല്ലെങ്കിൽ അത് മറിച്ചിടും. ഇപ്പോൾ എത്ര വയസ്സാണ്? 81 വയസ്സ്. ഇപ്പം 81 വയസ്സായ ഇവിടെ കുറച്ചുപേർക്ക് വാർഡ് കൊടുത്ത എല്ലാവരും യങ്സ്റ്റേഴ്സാണ്. 81 ഇനി നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയാം. മറ്റവരുടെ മുഖത്ത് ഒന്ന് നോക്കിക്കോ വേണമെങ്കിൽ, ഒരു വാശിക്ക് വേണ്ടിയിട്ട്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഹൗ ഓൾഡ് ആർ യു? 18 എന്നൊക്കെ പറയണം. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഈ ബോഡി ഈസ്, ഇവിടെ ആരോ സയൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് മേക്ക് എ ടിഷ്യൂ അല്ലേ? ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് മേക്ക് എൻ ഓർഗൻ ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് മേക്ക് എ സിസ്റ്റം. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 18 എന്ന് പറയുമ്പോൾ എവരി സെൽ ഓഫ് യുവർ ബോഡി ഷുഡ് സേ ഐ ആം 18. ഇന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാതിരിപ്പുണ്ടെങ്കിൽ അവർ നിങ്ങൾ തിരിച്ചറിയരുത്, ഇത് ഏതോ ഒരു സുന്ദരി വന്നേക്കണം നോക്കാം. മനസ്സിലായോ? How old are you? How old are you? Okay. ഇനി ഞാൻ നിങ്ങളോട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 4 pillars ഓഫ് ഓപ്റ്റിമൽ ഹെൽത്ത് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അടുത്തതായി ഒരു നല്ല മലയാളം സ്റ്റോറി ടെല്ലിംഗ് ആണ് ബൈ ഉമാദേവി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ ചേർക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉമാദേവിയാണ്. UC കോളേജിൽ ഫസ്റ്റ് ഇയർ BA മലയാളം പഠിക്കുന്നു. ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു കഥയാണ്. അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കഥയുടെ പേര് തിരികെ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ വിളി വന്നത്. നാട്ടിൽ നിന്ന് ചെറിയമ്മയായിരുന്നു. അമ്മയ്ക്ക് തീരെ വയ്യ, നിന്നെ കാണണമെന്ന് പറയണു. ധൃതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാഗ് എടുത്തിറങ്ങി. സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. സ്റ്റേഷൻ ശാന്തമായിരുന്നു.
നേരം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ അനന്തൻ ഫോൺ എടുത്തു. ട്രെയിനിന്റെ ചൂളം വിളി അകലെ നിന്ന് കേട്ടു തുടങ്ങിയിരുന്നു. അധികം വൈകാതെ അത് സ്റ്റേഷനിലെത്തി. ഇറങ്ങാനുള്ളവരുടെ തിരക്കൊഴിഞ്ഞപ്പോൾ തന്റെ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. ഹിമയ്ക്കും താരയ്ക്കും അമ്മൂമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. താങ്ക് യു ഉമാദേവി. ഇനി നമുക്ക് പ്രസിഡന്റ്സ് അസോസിയേഷൻ ഗ്രൂപ്പിന്റെ കമ്മിറ്റി മെമ്പേഴ്സിനെയും അതുപോലുള്ള സെക്രട്ടറി അങ്ങനെയുള്ള മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഓരോ സ്ഥാനത്തേക്കും നിങ്ങൾക്ക് ആളുകളെ നിർദ്ദേശിക്കാം. പ്രസിഡന്റായിട്ടും അതുപോലെ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങളായും. ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ഷിബുമോൻ NH, ട്രഷറർ മിസ്റ്റർ വർഗീസ് മാത്യു, മെമ്പേഴ്സ് മിസ്സസ് ലക്ഷ്മി പ്രഭ P, മിസ്റ്റർ സുനിൽ, മിസ്റ്റർ എന്തോ വർഗീസ്, മിസ്സിസ് രമ്യ പ്രവീൺ. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് കേൾക്കാം. എല്ലാ ഉത്സാഹങ്ങളും കാണിച്ച് രണ്ട് പേരാണ് എൻ്റെ പ്രായത്തിലുണ്ടായിരുന്നത്. ജോയ് സാറ്, രാജ് സാറ്, രണ്ടുപേരും. അവർക്ക് നമ്മൾ പ്രത്യേകം നേതാവയുടെ പേരിൽ ഞങ്ങളെ എല്ലാം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ പ്രോഗ്രാമിന് വന്ന് നമ്മുടെ നല്ലൊരു ട്രെയിനിങ് വന്ന് ഹെൽത്ത് അവയർനെസ്സിനെ പറ്റി നമ്മളെ ബോധവൽക്കരിച്ച ശ്രീ കൊഞ്ചി സാറിന് ഞങ്ങളുടെ എല്ലാ നന്ദിയും സ്നേഹം. ഇനി നമ്മുടെ മെമ്പർ ഉണ്ടായിരുന്നു. മെമ്പർ പോയി വരുമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. മെമ്പർ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ നമ്മുടെ സഹകരിക്കുന്നതാണ്. നമ്മുടെ നന്ദിയും സ്നേഹവും അദ്ദേഹത്തിന്. നമുക്ക് ഇവിടുത്തെ വെന്യൂ തന്നത് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റാണ്. അവരെ വളരെ സ്നേഹവും നമ്മളോട് സഹകരിച്ച് നമുക്ക് എത്തുന്നു. അവരോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അവസാനമായി ഈ മീറ്റിങ്ങിൽ നമ്മുടെ എല്ലാം സഹോദരമുള്ളതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ഇതിലൂടെ നടന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വരും വർഷങ്ങളിൽ നമ്മളിപ്പോൾ 2 വർഷത്തിലേക്കിലാകുന്നത് 1 വർഷത്തിൽ ഒന്നെങ്കിലും നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു രാത്രിയും വരുന്ന നല്ല ദിവസങ്ങളും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു. ഇനിയും നല്ലൊരു റെസിഡൻസ് അസോസിയേഷൻ പ്രോഗ്രാമായി തിരിച്ച് വരും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരും വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.